വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 3ാം ക്ലാസ്സിലെ സീഖോ എന്ന ഹിന്ദി കവിതയാണ്. ഇതൊരു നല്ല കവിതയാണ് കേട്ടോ. ഈ കവിത എഴുതിയ കവിയുടെ പേര് ശ്രീനാഥ് സിംഹർ എന്നാണ്. ആ പേര് മറന്നു പോകരുത് കേട്ടോ. ആ പേര് മറന്നു പോകരുത്. നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയിൽ നിന്നും നാം പല കാര്യങ്ങളും പഠിക്കേണ്ടതുണ്ട്. അവയെപ്പറ്റിയാണ് കവി നമ്മോട് പറഞ്ഞു തരുന്നത്. നമുക്ക് ഈ കവിത ഒന്ന് വായിച്ചു നോക്കിയാലോ. सीखो फूलों से नित हंसना सीखो, फौरों से नित गाना, तरु की चुकी डालियों से नित सीखो शीश झुकाना. सीख हवा के झोंकों से लो कोमल भाव बहाना, दूत तथा पानी से सीखो मिलना और मिलाना. सूरज की किरणों से सीखो जगना और जगाना, लता और पेड़ों से सीखो सबको गले लगाना. दीपक से सीखो जितना हो सके अंधेरा हरना, पृथ्वी से सीखो प्राणी की सच्ची सेवा करना. जलधारा से सीखो आगे जीवन पथ पर बढ़ना, और धुएं से सीखो हरदम ऊंचे ही पर बढ़ना. ഇതാണ് കവിത. ഈ കവിത കേൾക്കാനും ഒരു സുഖമുണ്ട്. നന്നായിട്ട് പാടാൻ അറിയാവുന്നവർക്കാണെങ്കിൽ നല്ല രീതിയിൽ പാടി ആസ്വദിച്ച് പഠിക്കാം. അപ്പോൾ നമുക്കിനി അർത്ഥങ്ങളിലേക്കൊക്കെ ഒന്ന് പോകാം. കവിതയുടെ ആദ്യത്തെ ഭാഗം ഏതാണ്? ഫൂലോം സേ നിത് ഹസ്ന സീഖോ. പൂക്കളിൽ നിന്നും നാം പഠിക്കേണ്ടത്. ഫൂലോം സേ പൂക്കളിൽ നിന്ന്. ഫൂലോം സേ നിത്ത് മീൻസ് എല്ലായ്പ്പോഴും. ഫൂലോം സേ നിത് ഹസ്ന സീഖോ. എന്താ പഠിക്കേണ്ടത്? ഹസന, ചിരിക്കാനാണ് പഠിക്കേണ്ടത്. കണ്ടില്ലേ? പൂക്കളിൽ നിന്ന് നാം ചിരിക്കാൻ പഠിക്കണം. പൂക്കൾ എപ്പോഴും വളരെ സന്തോഷത്തോടെയാണ് വിടർന്ന് വിലസുന്നത് അല്ലേ? അവ വിടർന്ന് നിൽക്കുകയല്ല, വിടർന്നങ്ങനെ വിലസുകയാണ്. അവയെ കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം തോന്നാറില്ലേ? അതുകൊണ്ട് നാം അവയിൽ നിന്നും ചിരിക്കാനാണ് പഠിക്കേണ്ടത് എന്നാണ് കവി നമ്മളോട് പറഞ്ഞു തരുന്നത്. എന്താണ് ചെയ്യേണ്ടത്? നാം പൂക്കളിൽ നിന്നും ചിരിക്കാൻ പഠിക്കണം. അതാണ് പറഞ്ഞു തരുന്നത്. പിന്നെയോ ഫൗരോം സേ നിത്ത് ഗാന. എന്താ ഈ ഫൗരോം? ഫൗരോം എന്ന് പറഞ്ഞാൽ ഒരു വലിയ തരം തേനീച്ചയാണ്. ബ്ലാക്ക് കളേർഡ് തേനീച്ചയാണ്. കറുത്ത നിറത്തിലുള്ള തേനീച്ചയാണ് ഫൗരോം. അവ എപ്പോഴും മൂളിപ്പാട്ടം പാടിയാണ് കിടക്കുന്നത്. എല്ലാ തേനീച്ച അങ്ങനെയാണ്. പറന്നു വരുമ്പം ഒരു മൂളിപ്പാട്ടം പാടിക്കൊണ്ടാവും വരുന്നല്ലേ. അപ്പോൾ അവയിൽ നിന്ന് നാം എന്താ പഠിക്കേണ്ടത്? അവയിൽ നിന്ന് നാം പാട്ട് പാടാനാണ് പഠിക്കേണ്ടത്. ഫൗരോം സേ നിത് ഗാന. അവയിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടത് പാട്ട് പാടാനാണ്. സന്തോഷത്തോടുകൂടിയാണ്, അല്ലാതെ കരഞ്ഞും പിഴിഞ്ഞൊന്നുമല്ല അവർ വരുന്നത്. വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ തേനീച്ചകൾ പറന്ന് നടക്കുന്നത്, അനങ്ങാതെയല്ല. അപ്പോൾ എപ്പോഴും ഒരു ഗാനം ആലപിച്ചുകൊണ്ടാണ് അവർ സന്തോഷത്തോടെ വരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് നാം അവരിൽ നിന്നും ഗാനം പഠിക്കണം. തരു കി ചുക്കി ഡാലിയോം സേ നിത് സീഖോ ശീശ് ചുക്കാന. തരു കി ചുക്കി ഡാലിയോം സേ നിത്. തരു മീൻസ് മരങ്ങളാണ്. തരു മീൻസ് മരം. തരു കി ചുക്കി ഡാലിയോം. എപ്പോഴാണ് മരത്തിൻ്റെ കൊമ്പുകൾ താഴ്ന്നു വരുന്നത്? അതിൽ ഫലം കായ്ക്കുമ്പോഴാണ്. മാവിൻ്റെ മാങ്കൊമ്പ് താഴേക്ക് വരുന്നത് ഒത്തിരി പഴങ്ങൾ നിറയുമ്പോഴാണ്. ആപ്പിളൊക്കെ ഉണ്ടാകുന്ന നിറയുമ്പോൾ ആപ്പിളിൻ്റെ ശാഖ താഴ്ന്നു വരും ഇല്ലേ? അപ്പോൾ അങ്ങനെ താഴ്ന്നു വരുന്ന താഴ്ന്നു നിൽക്കുന്ന ശാഖകളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് തല കുനിക്കാനാണ് പഠിക്കേണ്ടത്. അഹങ്കാരത്തോടെ ജീവിക്കാനല്ല പഠിക്കേണ്ടത്. അഹങ്കാരവും ഗർവവും ഒക്കെ കളഞ്ഞിട്ട് നല്ലവനായി വിനയത്തോടെ ജീവിക്കാൻ നാം പഠിക്കേണ്ടതാണ്. മരങ്ങളിൽ പഴങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവയ്ക്ക് ഗർവ് കാണിക്കേണ്ടതല്ലേ? പക്ഷേ അവരത് കാണിക്കുന്നില്ല. അഹങ്കാരമൊന്നും കാണിക്കുന്നില്ല. അപ്പം നമ്മൾ അവരിൽ നിന്ന് പഠിക്കേണ്ടത് എന്താണ്? എത്ര വലിയവനായാലും എന്തു ചെയ്യണം? വിനയത്തോടെ വേണം ജീവിക്കാനായിട്ട്. മരങ്ങൾ അങ്ങനെയാണ്.
ഒത്തിരി ഫലങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കമ്പ് താനെ കുനിഞ്ഞു വരും. സോ നമ്മൾ അവരിൽ നിന്ന് പഠിക്കേണ്ടത് അഹങ്കാരം കളഞ്ഞിട്ട്, ഗർവൊക്കെ കളഞ്ഞിട്ട്, വിനയത്തോടു കൂടി നമ്മൾ ജീവിക്കണം. ഇനി അടുത്ത നോക്കാം. सीख हवा के चौंकों से लो कोमल भाव बहाना. सीख हवा के चौंकों. हवा के चौंकों മീൻസ്, ഹവ മീൻസ് വായു, വായുവിൻ്റെ അലകൾ. ചോങ്കോ മീൻസ് ഒഴുക്ക്, ഫ്ലോ. വായുവിൻ്റെ ഒഴുക്കിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് കോമൾ ഭാവ ബഹാന, മൃദുഭാവമാണ് പഠിക്കേണ്ടത്. കൊടുങ്കാറ്റിൻ്റെ അല്ല കേട്ടോ, സാധാരണ കാറ്റ്. സാധാരണ കാറ്റ് വരുമ്പം അവ വളരെ മൃദുവായിട്ടാണ് നമ്മെ തഴുകിപ്പോകുന്നത്, നമ്മെ തട്ടി പോകുന്നത്. അപ്പം നമുക്കതൊരു സുഖമാണ്. മന്ദമാരുതെന്നാണ് പറയുക അല്ലേ, മന്ദമായി വീശുന്ന കാറ്റ്. ആ കാറ്റിൽ ഇന്ന് നാം പഠിക്കേണ്ടത് കോമൾ ഭാവമാണ്. കൊടുങ്കാറ്റൊന്നും എപ്പോഴൊന്നും ഉണ്ടാവില്ലല്ലോ, ഇല്ല. കാറ്റ് സാധാരണ കാറ്റാണ്. അതിൽ നമ്മൾ പഠിക്കേണ്ടത് കോമള ഭാവമാണ്, മൃദുഭാവമാണ്. എപ്പോഴും കാറ്റടിക്കുന്നത് കോമള ഭാവത്തിലാണ്, അല്ലെ മൃദുഭാവത്തിലാണ്. അതുകൊണ്ട് നമ്മൾ അവരിൽ നിന്ന് മൃദുവായ ഭാവമാണ് പഠിക്കേണ്ടത്, അല്ലാതെ ദേഷ്യഭാവമൊന്നും അല്ല പഠിക്കേണ്ടത്. പിന്നെ അടുത്തത് നോക്കാം. ദൂത് തഥാ പാനി സേ സീഖോ മിൽന ഔർ മിലാന. ദൂത് മീൻസ് പാല്, അതുപോലെ പാനി വെള്ളം. അവയിൽ നമ്മളെന്താ പഠിക്കുന്നത്? മിൽന ഔർ മിലാന, ഒന്നിച്ച് ചേരാനും ഒന്നിച്ച് ചേർക്കാനുമാണ് പഠിക്കേണ്ടത്. പാലും വെള്ളവും ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിരിച്ചെടുക്കാൻ സാധ്യമല്ല. പാലിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അവയെ പാലും വെള്ളമായിട്ട് വീണ്ടും മാറ്റിയെടുക്കാൻ നമുക്ക് സാധ്യമല്ല. എന്തുകൊണ്ടാണ്? അവ അത്രയ്ക്ക് നന്നായിട്ടങ്ങ് ചേരും, ഇല്ലേ? അപ്പം പാലും വെള്ളവും പോലെ ചേരാൻ നമുക്ക് കഴിയണം, അല്ലേ? മറ്റുള്ളവരെയും പാലും വെള്ളവും പോലെ നന്നായി ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയണം. दूध तथा पानी से सीखो मिलना और मिलाना. सूरज की किरणों से सीखो जगना और जगाना. സൂര്യൻ്റെ കിരണങ്ങൾ വരുമ്പോൾ, കിരണം മീൻസ് എന്താണ്? കിരണം സൂര്യപ്രകാശം കിരണങ്ങളായിട്ട് അങ്ങോട്ട് വരുന്നല്ലേ. ആ സൂര്യകിരണങ്ങൾ ഏൽക്കുമ്പോൾ അതിൽ നമ്മൾ പഠിക്കേണ്ടത് എന്താ പഠിക്കേണ്ടത്? ജഗ്ന, ഉണരാൻ പഠിക്കണം, ഉണർത്താനും പഠിക്കണം. രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ എല്ലാവരും പോയി പിടിച്ച് എഴുന്നേൽപ്പിക്കാനാണോ പറയുന്നതല്ല. സൂരജ് കി കിരണോം സേ സീഖോ ജഗ്ന ഔർ ജഗാന. സൂര്യൻ്റെ കിരണം വെളിച്ചമാണ്, വെളിച്ചം അറിവാണ്. ആ അറിവ് നേടിയെടുക്കാൻ നമുക്ക് കഴിയണം, ഇല്ലേ? സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഉള്ള വെളിച്ചത്തിൽ നമ്മൾ ഉടനാനും കഴിയണം. സൂര്യനിൽ നിന്ന് വരുന്ന കിരണങ്ങളുടെ ആ അറിവ്, പ്രകാശം അറിവാണ്. അപ്പോൾ ആ അറിവ് നമ്മൾ നേടിയെടുക്കാൻ പഠിക്കണം. അതുപോലെ മറ്റുള്ളവർക്ക് പകരാനും സാധിക്കണം. നമ്മൾ നേടിയെടുക്കുന്ന അറിവ് മറ്റുള്ളവർക്ക് കൊടുക്കാനും നമ്മൾക്ക് കഴിയണം. സൂരജ് കി കിരണോം സേ സീഖോ ജഗ്ന ഔർ ജഗാന. അറിവ് നേടി വളരാനും മറ്റുള്ളവർക്ക് ആ അറിവ് പകർന്നവരെ ഉണർത്താനും നമുക്ക് കഴിയണം. ലത ഔർ പേടോം സേ സീഖോ സബ്കോ ഗളേ ലഗാന. ലത മീൻസ് വള്ളികളാണ്, ലത വള്ളിയാണ്. പേടോം മരങ്ങളാണ്, പേട് മരമാണ്. അപ്പം നമുക്കറിയാമല്ലോ, മാവേലോട്ട് ചുറ്റി പടർന്ന് കിടക്കുന്ന മുല്ലവള്ളി, ഇല്ലേ? മാവേല ഉള്ളത് കൊണ്ടാണ് മുല്ലവള്ളി അവത്തെ പടർന്ന് കയറുന്നത്. ലത ഔർ പേടോം സേ സീഖോ, അതിൽ നമ്മൾ പഠിക്കേണ്ടത് സബ്കോ ഗളേ ലഗാന. എല്ലാവരെയും ആലിംഗനം ചെയ്ത് നിൽക്കാൻ നമ്മൾ പഠിക്കണം. മനസ്സിലായോ? എല്ലാവരോടും സ്നേഹഭാവത്തിൽ എല്ലാവരെയും ഹഗ് ചെയ്യാൻ നമുക്ക് കഴിയണം. സ്നേഹഭാവത്തിൽ അവരോട് പെരുമാറാൻ കഴിയണം. സബ്കോ ഗളേ ലഗാന. എല്ലാവരെയും സ്നേഹത്തോടുകൂടി ആലിംഗനം ചെയ്യാൻ നമുക്ക് കഴിയണം. അതെവിടുന്നാണ് നമ്മൾ പഠിക്കേണ്ടത്? മരങ്ങളും ലതകളും, അല്ലേ? വള്ളിച്ചെടികൾ കണ്ടില്ലേ മരങ്ങളിൽ ചുറ്റി വളരുന്നത്? അപ്പോൾ വള്ളിച്ചെടികൾ മരങ്ങളിൽ ചുറ്റി വളരുന്നത് പോലെ അപ്പോൾ അവയ്ക്ക് മാവ് മുല്ലവള്ളിക്കൊരു താങ്ങാവും, ഇല്ലേ? അപ്പോൾ അന്യോന്യം ബന്ധപ്പെട്ട് സ്നേഹത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് കഴിയണം. ദീപക് സേ സീഖോ ജിത്തന ഹോ സഖേ അന്തേര ഹർന. ദീപക് മീൻസ് വെളിച്ചമാണ്, ലാമ്പ്. ദീപം. ദീപക് സേ സീഖോ ജിത്തന ഹോ സഖേ അന്തേര ഹർന.
ഇരുളിലേക്ക് വെളിച്ചം വരുമ്പോഴേ നല്ലൊരു ഇരുളങ്ങ് മാറി നല്ലൊരു അനുഭവം ഉണ്ടാവില്ലേ? നല്ലൊരു അനുഭവമാണ് ഇരുട്ടുള്ള മുറിയിലേക്ക് വെളിച്ചം വന്ന് കയറുമ്പോൾ, അല്ലേ? അതുപോലെ ദീപത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് അന്ധേര ഇരുട്ട് മാറ്റാനാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ എവിടെ ചെന്നാലും ഒരു പ്രകാശമാനമാക്കാൻ അവിടം പ്രകാശമാനമാക്കാൻ നമുക്ക് കഴിയണം. ദീപക് സേ സീഖോ ജിത്തനാ ഹോ സഖേ അന്ധേര ഹർന, പൃഥ്വി സേ സീഖോ പ്രാണി കി സച്ചി സേവാ കർണ. പൃഥ്വി മീൻസ് ഭൂമിയാണ്. പൃഥ്വി സേ സീഖോ, ഭൂമിയിൽ നിന്ന് നമ്മൾ പഠിക്കണം. എന്താണ് പഠിക്കേണ്ടത്? പ്രാണിക്ക് സച്ചി സേവാ കർണ, പ്രാണികൾക്ക് ആവശ്യമായിട്ടുള്ള, ജീവികൾക്ക് ആവശ്യമായിട്ടുള്ള സർവീസ് നൽകുന്നത് ഭൂമിയാണ്, അല്ലേ? നമുക്ക് കഴിക്കാനുള്ള ആഹാരപദാർത്ഥങ്ങളെല്ലാം ഭൂമിയിൽ നിന്നാണ് കിട്ടുന്നത്. വിളവുകൾ എടുക്കുന്നതെല്ലാം ഭൂമിയിൽ നിന്ന്, കൃഷിയെല്ലാം നടത്തുന്ന ഭൂമിയിലാണ്. ഭൂമി കിളച്ച് മറിച്ചാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. ആ കൃഷിയിൽ നിന്ന് കിട്ടുന്ന അന്നം ഉപയോഗിച്ചാണ് നമ്മളൊക്കെ കഴിയുന്നത്. അങ്ങനെ പൃഥ്വി എന്ത് ചെയ്യുന്നു? നല്ലൊരു സേവനമാണ് ഈ ജീവജാലങ്ങൾക്കെല്ലാം വേണ്ടി ചെയ്യുന്നത്. അതുകൊണ്ട് ഭൂമിയുടെ നിന്ന് വേണം നമ്മൾ സർവീസ് പഠിക്കാനായിട്ട്. ജലധാരാസേ സീഖോ ആകെ ജീവൻ പത്ത് പർ ബടന. ജലധാരയില്ലേ, ജലത്തിൻ്റെ ഒഴുക്ക്, ധാര മീൻസ് ഒഴുക്ക്. ജലത്തിൻ്റെ ഒഴുക്കിൽ നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? ജീവൻ പത്ത് പർ ബടന, മുന്നോട്ടേക്ക് ജീവിതം തടസ്സം കൂടാതെ പോകാനായിട്ട്, നിന്ന് പോകാതെ മുന്നോട്ട് പോകാൻ നമ്മൾ പഠിക്കണം. നദിയിലൊക്കെ വെള്ളം ഒഴുകുന്ന കണ്ടിട്ടില്ലേ? ആ ജലത്തിൻ്റെ ധാരയാണ്. ആ ജലത്തിൻ്റെ ധാര ഇടയ്ക്കെങ്ങും നിർത്തുന്നില്ല, അതിങ്ങനെ തന്നെ ഒഴുകി പോവുകയാണ് ചെയ്യുന്നത്. അതൊരിക്കലും നിൽക്കാതെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, എവിടെ ചെന്ന് ചേരുവോളം, കടലിൽ ചെന്ന് ചേരുവോളം, അല്ലേ? അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ജീവിതം. അതൊരു ജീവിത പന്ഥാവാണ്. ആ പന്ഥാവിൽ കൂടിയുള്ള ആ ഒഴുക്ക് ഒരിക്കലും ഇടയ്ക്ക് വെച്ച് നാം നിർത്തിക്കളയരുത്, നിർത്താൻ ആഗ്രഹിക്കുകയും ചെയ്യരുത്. ജലധാരയിൽ നമ്മൾ പഠിക്കേണ്ടത് ജീവൻ പത്ത് ബർബടന, ജീവിതത്തിൻ്റെ വഴികളിലൂടെ നല്ല രീതിയിൽ അങ്ങ് നടക്കാൻ നമ്മൾ പഠിക്കണം. ഔർ ധുവേ സേ സീഖോ ഹർദം ഊംചേ ഹി പർ ചടന. അപ്പോഴേ ഈ പുകയിൽ നിന്നും നാം എന്താണ് പഠിക്കേണ്ടത്? ഔർ ധുവേ സേ സീഖോ ഹർദം, ഹർദം മീൻസ് എല്ലായ്പ്പോഴും. ഊംചേ പർ ഹി ചടന, മുകളിലേക്ക് ഉയരാനാണ് പഠിക്കേണ്ടത്, അല്ലേ? നാം മുകളിലേക്ക് ഉയരാനാണ് പഠിക്കേണ്ടത്. ജീവിതത്തിലൊക്കെ ഉയർന്ന നിലകളിലേക്ക് എത്താനാണ് പഠിക്കേണ്ടത്. നമുക്കെപ്പോഴും വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരിക്കണം, ജീവിതത്തിൽ വലിയൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. ആ ഉയർന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് വേണം, അങ്ങോട്ടേക്ക് വേണം നാം പോകാനായിട്ട്. പുക എങ്ങനെയാണ്? അതിന് ഏറ്റവും ഉയരത്തിലേക്ക് പോകണം, അതനുസരിച്ചാണത് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ അത് കണ്ട് നാം പഠിക്കണം. പുകയിൽ നിന്ന് പഠിക്കാനുള്ള കാര്യം എന്താണ്? പുകയിൽ നമ്മൾ പഠിക്കേണ്ടത് ഉയരങ്ങളിലേക്ക് കടന്നു പോകാനാണ് പഠിക്കേണ്ടത്, അല്ലാതെ താഴ്ന്ന നിലവാരത്തിൽ നിൽക്കാനല്ല നോക്കേണ്ടത്. എപ്പോഴും ഉയരങ്ങളിൽ ലക്ഷ്യം എന്ന് കണ്ടിട്ട് ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ കുതിച്ചുയരാനാണ് നോക്കേണ്ടത്. അപ്പോൾ അതാണ് നമ്മുടെ ജീവിതത്തിൽ നാം സ്വായത്തമാക്കേണ്ടത്. പുകയിൽ നിന്നും സ്വായത്തമാക്കേണ്ട അറിവിതാണ്. അത് കൊണ്ട് നാം എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി പഠിച്ച് ജീവിതത്തിൻ്റെ വലിയ ലക്ഷ്യത്തിലേക്ക് എത്താൻ ശ്രമിക്കണം. അതാണ് വേണ്ടത്. അതൊക്കെയാണ് ഈ ശ്രീനാഥ് സിംഹ നമ്മളോട് പറഞ്ഞു തരുന്നത്, കേട്ടോ. നമുക്ക് ഇനിയിപ്പോൾ ഈ പോയത്തിലെ വാക്കുകളുടെ അർത്ഥം ഒന്ന് പഠിക്കണ്ടേ? നമുക്ക് നോക്കാം. നിത് എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും എന്ന അർത്ഥം, ഓൾവേസ്. സീഖോ, പഠിക്കൂ. സീഖോയുടെ അർത്ഥം പഠിക്കൂ എന്ന. തരു മീൻസ് വൃക്ഷം. ചുക്കി മീൻസ് താഴ്ന്ന. ഡാലിയോ മരത്തിൻ്റെ ശിഖരങ്ങൾ. ചുകാന മീൻസ് താഴ്ത്തുക. കോമൾ ഭാവ് എന്ന് പറഞ്ഞാൽ മൃദുഭാവം. മിൽന മീൻസ് ഒത്തുചേരുക. മിൽന എന്ന് പറഞ്ഞാൽ എന്താണ്? ഒത്തുചേരുക. ജഗ്ന മീൻസ് ഉണരുക. ഗളേലഗാന മീൻസ് ആലിംഗനം ചെയ്യുക. അന്ധേര എന്ന് പറഞ്ഞാൽ എന്താണ്? അന്ധേര മീൻസ് ഇരുട്ട്. അന്ധേര മീൻസ് ഇരുട്ട്. ഹർന മീൻസ് ഇല്ലാതാക്കുക. ഹർന മീൻസ് ഇല്ലാതാക്കുക.
ഹരിക്കുക. ഹർന മീൻസ് ഇല്ലാതാക്കുക. പൃഥ്വി മീൻസ് ഭൂമി. പൃഥ്വി മീൻസ് ഭൂമി. സേവ മീൻസ് സർവീസ്, സേവനം. സേവ എന്താണ്? സർവീസാണ്. സേവനമെന്ന് നമ്മൾ പറയുന്നത്. പഥ മീൻസ് വഴിയാണ്. പന്ഥാവെന്നും പറയാം. ബഡ്ന മുന്നോട്ട് പോവുക. ധുവേ എന്ന് വെച്ചാൽ പുകയാണ്. ഊംചെ മീൻസ് ഉയരത്തിലേക്ക്. ഊംചെ ഉയരത്തിലേക്ക്. ചഡ്ന ടു അസെൻഡ്, മുകളിലോട്ട് കയറുക. ചഡ്ന മീൻസ് ടു അസെൻഡ്, മുകളിലേക്ക് പോവുക. അതാ ചഡ്ന, മുകളിലേക്ക് വരിക. അപ്പോൾ ഈ പാഠത്തിലെ അർത്ഥമൊക്കെ ഏതാണ്ടൊക്കെ ആയി കേട്ടോ. ഇനി നിങ്ങളെന്ത് ചെയ്യണം? നിങ്ങളീ പോയം നല്ല ഈണത്തിൽ ചൊല്ലണം. ഈണത്തിൽ ചൊല്ലിയുള്ള ഗുണം എന്താണ്? പെട്ടെന്ന് കാണാതെ പഠിക്കും. വളരെ പെട്ടെന്ന് കാണാതെ പഠിക്കും. നിങ്ങൾക്ക് അങ്ങനെ പഠിച്ചാൽ ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ചോദ്യം ചോദിച്ചാലും ഉത്തരം എഴുതാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഈ പോയം നല്ല ഈണത്തിൽ ചൊല്ലി പഠിച്ച് എഴുതണം. പരീക്ഷയ്ക്ക് വരുമ്പോൾ എഴുതണമല്ല, ഉത്തരം എഴുതണം. ഒരു കാര്യം കൂടെ ഉണ്ട്. ആരാണ് ഈ കവിത എഴുതിയത്? കവിയുടെ പേരെന്താണ്? ശ്രീനാഥ് സിംഹ്. അത് മറക്കരുത്. ഈ കവിത എഴുതിയത് ശ്രീനാഥ് സിംഹാണ് കേട്ടോ. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.